ഹായ് ഫുഡീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്റ്റൈലിൽ തെരണ്ടി മാങ്ങാക്കറി ആണ്. അതിനായി ആദ്യം തന്നെ മാങ്ങയും തക്കാളി പച്ചമുളക് അരിഞ്ഞു മാറ്റി വെക്കുക. അതിനുശേഷം തെരണ്ടി മീനെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി അതും മാറ്റി വെക്കുക. അതിനോടൊപ്പം തന്നെ ഒരു അരമുറിയോ ഓളം തേങ്ങ ചിരവി അരച്ച് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ നല്ല മൺചട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ തേങ്ങ ഒഴിച്ച് അരവുണ്ടല്ലോ അത് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, മുളക് പൊടി ഇടുക. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച നല്ല പുളിയുള്ള മാങ്ങ, തക്കാളി, പച്ചമുളക് ഇടുക. ഇതൊക്കെ കൂടി മിക്സ് ചെയ്യുക. നന്നായി കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ചട്ടിയുടെ സൈഡൊക്കെ, അതായത് അരവ് ഇങ്ങനെ പോയിട്ടുണ്ടാവും, അത് നന്നായി വെള്ളം ഒഴിച്ചിങ്ങനെ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ കഴുകി താഴോട്ടേക്ക് ആക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മീനുണ്ടല്ലോ, അതായത് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച മീൻ ഇടുക. അതിന് മുന്നേ തന്നെ എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ഇതിലേക്ക് ഇടുക. എന്നിട്ട് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടി വീണ്ടും എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച മീനിട്ട് എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ വിറക് അടുപ്പ് വെക്കുക. വിറകടുപ്പിലോ ഗ്യാസ് അടുപ്പിലോ നമ്മളെ സൗകര്യപ്രകാരം വെക്കുക. നമ്മളിവിടെ നല്ല വിറകടുപ്പിലാണ് ചട്ടി വെക്കുന്നത്. ചട്ടി വെക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ ഇതൊന്ന് നന്നായിട്ട് പതച്ചിട്ട് വരും. അപ്പോൾ പതച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാണെന്ന് വെച്ചാൽ ഇതിലെന്തെങ്കിലും മുളക് പൊടിയുടെ കുറവോ അല്ലെങ്കിൽ കളർ എന്തെങ്കിലും പോരായ്മ, എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതൊന്ന് പതച്ച് വരുമ്പോൾ എന്ത് ചെയ്ത് കൊടുക്കുക, ആവശ്യാനുസരണം മുളക് പൊടിയോ എന്തെങ്കിലും ഇടാം. ഇനി നമ്മുടെ ഇതിന് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നല്ല ജീരകം ഉണ്ടല്ലോ, കുറച്ച് നല്ല ജീരകം എടുത്ത് ഒന്ന് കുത്തുക. അതായത് ഒന്ന് പൊടിച്ചിട്ട്, നന്നായി പൊടിയണം, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഈ കറിയിലേക്ക് ചേർക്കുക. അപ്പോൾ ഈ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും, ഒരു ഫ്ലേവർ വരും. അപ്പം അതും കൂടി ഇട്ടിട്ട് വീണ്ടും എന്ത് ചെയ്യുക, കുറച്ച് സമയം കൂടി ഒന്ന് പതപ്പിക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഇത് പതക്കും. അതിന് ശേഷം എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ജീരകപ്പൊടി ഇടാം. അതിന് ശേഷം ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് വീണ്ടും പതപ്പിക്കുക. എന്നിട്ട് നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്ത് വാങ്ങി വെക്കാം. പിന്നെ നല്ല വെളിച്ചെണ്ണ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, ചൂടാക്കുക. അതിലേക്ക് എന്താ വെച്ചാൽ കടുക് പൊട്ടിച്ചിട്ട് കറിയിലേക്ക് പകരം നമ്മൾ എന്താ വെച്ചാൽ ഉലുവ വറുത്തിടുക ചെയ്യുക. അപ്പോൾ കുറച്ച് ഉലുവ എടുത്ത് ഉലുവ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നവരെ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എന്ത് വെച്ചാൽ നമ്മുടെ നല്ല മീൻ കറിയില്ലേ ഉണ്ടാക്കി വെച്ച് അതിലേക്ക് ഇത് ഒഴിക്കുക. ഇത് ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, കുറച്ച് സമയം അടച്ച് വെക്കുക. എന്നിട്ട് മിക്സ് ആക്കുക. ഈ മീൻ കറിക്ക് ടേസ്റ്റ് വരിക പിറ്റേന്നായിരിക്കും കഴിക്കുമ്പോൾ. നല്ല അടിപൊളി മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.